ക്ഷേത്രങ്ങളിലും പള്ളിപ്പുറം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലും മോഷണം. 3/4 ലക്ഷത്തോളം രൂപയും 1 പവൻ സ്വർണ്ണാഭരണവും കവർന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. 6 കടകളിൽ നിന്നായി 72,700 രൂപയാണ് കവർന്നത്. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. ആദ്യപടിയെന്ന നിലയിൽ വാഹന പാർക്കിംഗ് ഏരിയയിലേക്ക് വിദ്യാർത്ഥികൾ കയറുന്നത് തടയും. ഇതിനായി ജീവനക്കാരെ ചുമതലപ്പെടുത്തും. പെരുമ്പടപ്പിൽ 2.5 വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മാതാവിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. പെരുമ്പടപ്പ് വന്നേരി സ്വദേശി ഹസീനയ്ക്കെതിരെയാണ് പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തത്. ഹസീനയെയും മകൾ ഇഷ മെഹറിനെയുമാണ് കഴിഞ്ഞ ദിവസം ഭർത്തൃവീട്ടിലെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ച് പോലീസുമായുള്ള കയ്യാങ്കളിയിൽ കലാശിച്ചു. സിവിൽ സ്റ്റേഷൻ കവാടത്തിൽ കുത്തിയിരുന്നവരും റോഡ് ഉപരോധിച്ചതുമായ 15 പേരെ അറസ്റ്റ് ചെയ്തു നീക്കി. പുലാമന്തോൾ കട്ടുപാറ ഇട്ടക്കടവ് പാലത്തിൽ എക്സ്പാൻഷൻ ജോയിന്റുകൾക്ക് മീതെ ടാറിംഗ് വിണ്ടുകീറിയ നിലയിൽ. പാലത്തിൽ 6 എക്സ്പാൻഷൻ ജോയിന്റുകൾക്ക് മീതെയുള്ള ടാറിംഗ് ആണ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിണ്ടുകീറിയ അവസ്ഥയിലായിട്ടുള്ളത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ലഹരിക്കടത്ത് സംഘാംഗവുമായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. ചിയ്യാനൂർ കോഴിത്താഴം സ്വദേശിയായ ശ്രീജിത്തിനെയാണ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ DIG അജിത ബീഗം നാടുകടത്താൻ ഉത്തരവിറക്കിയത്. 6 മാസത്തേക്ക് ജില്ലയിൽ പ്രവേശിക്കുന്നതിനാണ് വിലക്കുള്ളത്. കോട്ടയ്ക്കൽ നഗരസഭാ പരിധിയിലെ ഹോട്ടലിലെ പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ എടരിക്കോട് പഞ്ചായത്തിലെ റോഡരികിൽ. തുടർ പരിശോധനയിൽ ദേശീയപാതയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ മാലിന്യങ്ങളാണെന്ന് കണ്ടെത്തി. തുടർന്ന് പിഴയിട്ട ആരോഗ്യവകുപ്പ് ഇവ ഹോട്ടൽ അധികൃതരെ കൊണ്ട് തിരിച്ചെടുപ്പിച്ചു. മലയോര ഹൈവേക്ക് വഴിമുടക്കായി പോസ്റ്റ് ഓഫീസ് മതിൽ. കാളികാവ് ജംഗ്ഷനിലെ പോസ്റ്റ് ഓഫീസ് മതിൽ പൊളിച്ചുമാറ്റാൻ അനുവദിക്കാത്തതും റോഡരികിലെ മരങ്ങൾ മുറിക്കുന്നത് മുടങ്ങിയതും മലയോര ഹൈവേ നിർമ്മാണ പ്രവർത്തികൾക്ക് തടസ്സമായി. പൊതുമരാമത്ത് വകുപ്പ് തപാൽ വകുപ്പ് അധികൃതരോട് സൗകര്യം ചെയ്തു തരണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. പൊന്നാനി എടപ്പാൾ പാതയിൽ വലിയ പാടം ഇറക്കത്തിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ പൊന്നാനി നൈതല്ലൂർ സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ ലത്തീഫ്, ഓട്ടോ യാത്രക്കാരായ സക്കിയ, ഫർസാന എന്നിവർക്ക് പരിക്കേറ്റു. കീഴാറ്റൂർ പഞ്ചായത്ത് പരിധിയിലെ തച്ചങ്ങനാടത്ത് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. 2 കാറിലും യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകളൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടു. 7 മാസത്തിനുള്ളിൽ 12ഓളം അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.